5 കിലോ വാട്ട് സോളാർ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 5 കിലോ വാട്ടാണ്. ഗുബിയാണ് ഇൻവെർട്ടറിൻ്റെ മോഡൽ. ഇത് വൈഫൈ കണക്ടർ. നമ്മുടെ മൊബൈലിലേക്ക് വൈഫൈ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അറിയാം, കംപ്ലൈൻറ്റുകൾ അറിയാം. അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഇപ്പോൾ ജസ്റ്റ് ഓണാക്കി ടെസ്റ്റിങ്ങിനൊന്ന് ഓണാക്കി നോക്കുകയാണ്. കുറച്ച് പാടുപെട്ടു. ഇവിടെ കംപ്ലീറ്റ് ഈ വാട്ടറിൻ്റെ പൈപ്പൊക്കെ വന്നിരിക്കുന്ന പറഞ്ഞേ എർത്ത് ബെഞ്ച് വെക്കാനും എർത്തടിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് നെറ്റ് മീറ്റർ സോളാറിൻ്റെ. ഇതിൽ നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അറിയാം. 3 ഫേസാണ്. ഗ്രിഡിലേക്ക് കണക്ഷൻ കൊടുത്തു. ഈ ബോക്സിൽ നിന്ന് ഗ്രിഡിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ AC ബോക്സ്. ഇൻവെർട്ടറിൽ നേരെ ഇതിൽ വന്നിട്ട് ഇതിൽ നിന്ന് നേരെ നെറ്റ് മീറ്ററിലേക്ക് പോകും. പിന്നെ നെറ്റ് മീറ്ററിൽ നിന്നാണ് പിന്നെ ഗ്രിഡിലേക്ക് പോകുന്നത്. വളരെ സെറ്റപ്പാണ്. ഇത് എർത്ത് ബെഞ്ച്. ഇത് നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ കണ്ടക്ടർ കേബിൾ. ലൈറ്റിങ് ഇൻഡസ്ട്രിയാണ്. 3 ohms. അടുത്ത് AC എർത്ത്. ഇത് DC എർത്ത്. ഇത്രയാണ് താഴത്തെ വർക്കുകൾ. ഇനി മുകളിൽ സോളാർ വെച്ചേക്കുന്ന ഭാഗം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മുകളിലത്തെ നമ്മൾ സ്ട്രക്ചർ വർക്ക് ചെയ്തേക്കുന്നത്. ഇതുവഴി ഇതിപ്പോൾ ഓടായ കാരണം നമുക്ക് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ അടിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഡ്രില്ല് ചെയ്യാൻ പറ്റത്തില്ല. പൈപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ നേരെ അവിടെ കണക്ട് ചെയ്തേക്കാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലയുടെ കേബിള് ഈ വഴിക്കാണ് വന്നേക്കുന്നത്. അതും ഇങ്ങനെ തന്നെ വളച്ചാണ് ഇട്ടേക്കുന്നത്. വളച്ച് താഴേക്കൂടെ പൈപ്പിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കൊടുത്ത് പോയേക്കാണ്. കണ്ട ഇത് പാനൽ ടു പാനൽ ലൂപ്പിങ്ങും പിന്നെ പാനൽ ടു പാനൽ എർത്തിങ്ങാണ്. അത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം 2 പാനലും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 9 പാനലാണ്. 5 കിലോ വാട്ടിന് 9 പാനലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വരുന്ന എല്ലയുടെ കേബിളാണ്. ഇത് കണ്ടക്ടർ കേബിളാണ് ഈ അടിച്ചു ഉപയോഗിക്കുന്നത്. ഇതുവഴി നമ്മൾ സ്പേസർ വെച്ചിട്ടാണ് ചെയ്യുക. ഇതുമേൽ സ്പേസർ വെച്ചിട്ടുണ്ട്. സാധാരണ ചുമരുമേൽ വെക്കാറുണ്ട്. താഴെ പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ സ്ട്രക്ചറുമേലും സ്പേസർ വെച്ചിട്ട് എല്ലാം ഫിറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ടാറ്റയുടെ എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. റാഡ് വെച്ചിട്ട് ആദ്യം മറ്റേ GI പൈപ്പിന്മേൽ റാഡ് 3 ബോൾട്ടിലും ടൈറ്റാക്കിയിട്ട് അടിയിൽ ഒരു PVC പൈപ്പിൻ്റെ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഇട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുകളിലത്തെ പാനൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഷെയ്ഡും കാര്യങ്ങളൊന്നും വരില്ല ഇവിടെ. കാര്യം മരങ്ങളൊക്കെ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഷെയ്ഡൊന്നും വരില്ല. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. 6 ടൈമിലാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം എന്തായാലും ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് സ്ഥലം വരുന്നത് അമല ഭാഗത്താണ്. ചിറ്റിലപ്പള്ളി റൂട്ടിൽ കൂടെ കയറി വന്നിട്ടാണ്. ഇനി
അടുത്ത ഇനി നാളത്തെ സൈറ്റിലെ വിശേഷങ്ങളുമായിട്ട് ഇനി നാളെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയാവുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.